അപ്പം എന്താ കാര്യം വെച്ചാൽ തൊയ്യബായ ഭക്ഷണം കഴിക്കണം, തൊയ്യബായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കും വേണം. സക്കാത്ത് തൊയ്യബാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെറുതെ കിട്ടണ മുതലിൽ നല്ല മുതലല്ല സക്കാത്ത്. നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ, തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല, ഓരോക്കെ വാങ്ങാനും പറ്റൂല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക, അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക, ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ്, സമ്മാനം, ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ വരുമാനം ഹദിയയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? ആടിനെ വെക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിൽ ദമ്രത്തിൻ്റെ കൂടെയാണ്. കച്ചവടത്തിന് പോയത് ഖദീജ ബീവിൻ്റെ 25-ാമത്തെ വയസ്സിലാണ്, 40-ലാണ് നുബുവത്ത്. നുബുവത്തിന് ശേഷം നബി തങ്ങളുടെ ജോലി എന്തായിരുന്നു? ഹദിയയായിരുന്നു നബി തങ്ങളുടെ വരുമാനം. ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം, നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല. ആർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും സ്വതക്ക